നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മലയാളികൾക്ക് സുപരിചിതയാണ് ആര്യ. ബെഡായി ബംഗ്ലാവ് എന്ന ഷോയിലൂടെയാണ് ആര്യ താരമാകുന്നത്. പിന്നാലെ ആര്യ സിനിമയിലും എത്തി അവതാരക എന്ന നിലയിൽ സ്വന്തമായൊരു ഇടം നേടിയെടുത്തിട്ടുമുണ്ട് ആര്യ. മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളാണ് ആര്യ എന്ന് നിസ്സംശയം പറയാം. പിന്നാലെ ബിഗ് ബോസിലും ആര്യ എത്തി. ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും കയ്യടി നേടിയ താരമാണ് ആര്യ. തന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ആര്യയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ആദ്യ വിവാഹം പിരിഞ്ഞതിനെ കുറിച്ചൊക്കെ പലപ്പോഴായി ആര്യ തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. തന്നെ വിഷാദത്തിലേക്ക് തള്ളിവിട്ട ബ്രേക്കപ്പിനെ കുറിച്ചും ആര്യ സംസാരിച്ചിട്ടുണ്ട്. ബിഗ് ബോസിന് ശേഷം ആര്യയ്ക്ക് കടുത്ത സൈബർ ആക്രമണവും നേരിടേണ്ടി വന്നിരുന്നു. എന്നാൽ ആ പ്രതിസന്ധികളെയെല്ലാം അതിജീവിക്കാൻ ആര്യയ്ക്ക് സാധിച്ചു. ഒരു കാലത്ത് തന്നെ വിമർശിച്ചവരെ കൊണ്ട് പോലും കൈയടിപ്പിക്കാൻ പിന്നീട് ആര്യയ്ക്ക് സാധിച്ചു. ആര്യയുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു സ്പെഷ്യൽ ദിവസമായിരുന്നു ഫെബ്രുവരി 18. മകളുടെ 13ാം പിറന്നാളായിരുന്നു കഴിഞ്ഞത്. മാത്രമല്ല, കാഞ്ചീവരം എന്ന ബിസിനസ് സംരംഭത്തിന്റെ 2ാം വാർഷികം കൂടെയായിരുന്നു കഴിഞ്ഞത്. 20ാം വയസ്സിലായിരുന്നു ആര്യയുടെ വിവാഹം നടന്നത്. രോഹിത് സുശീലുമായുള്ള വിവാഹത്തിൽ 21ാം വയസ്സിൽ ആര്യയ്ക്ക് മകൾ പിറന്നു. മകൾക്ക് 2 വയസ്സ് പൂർത്തിയാകുമ്പോഴേക്കും വേർപിരിയലും സംഭവിച്ചു. 18/2/2025 എന്റെ ജീവിതത്തിലെ അത്ഭുതകരമായ മറ്റൊരു ഫെബ്രുവരി 18. എന്റെ കുഞ്ഞ് 13 വയസ്സിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ടീനേജ് പെൺകുട്ടിയുടെ അമ്മയായി പ്രമോഷൻ കിട്ടി. ഇപ്പോൾ എന്റെ ഉള്ളിൽ ഒരുപാട് ഇമോഷൻസ് ഒഴുകുകയാണ്. സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അമ്മയായിട്ട് 13 വർഷത്തെ എന്റെ യാത്രയ്ക്കൊപ്പം കാഞ്ചീവരം .in എന്ന എന്റെ 2ാമത്തെ കുട്ടിയുടെ കൊച്ചി എഡിഷന്റെ 2 വർഷവും തികയുന്നു. ഈ യാത്രയിൽ എന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നു. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്റെ ഈ ജീവിതത്തിൽ അത്ഭുതകരമായ ചില ആളുകളെ സമ്മാനിച്ചതിന് നന്ദിയുണ്ട്. എന്റെ മകൾക്ക് ഞാൻ നല്ല ഒരു അമ്മയോ എന്റെ സംരംഭത്തിന് ഞാൻ നല്ല ഒരു ഉടമയോ ആയിരിക്കില്ല. പക്ഷേ എന്റെ ജീവിതത്തിലേക്ക് വന്ന ആ ആളുകൾ എന്റെ പോരായ്മകൾ സ്വീകരിക്കുകയും ഉയരത്തിലേക്ക് പറക്കാൻ എന്നെ പ്രേരിപ്പിച്ച എനിക്കൊപ്പം പാറ പോലെ ഉറച്ചു നിന്നു. സംരംഭക എന്ന നിലയിലുള്ള എന്റെ പുതിയ തുടക്കവും മാതൃത്വത്തിന്റെ പുതിയ യാത്രയുടെ തുടക്കവുമാണ്. ടീനേജ് പെൺകുട്ടിയുടെ അമ്മ എന്നത് ചെറിയ കാര്യമല്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ജീവിതത്തിന്റെ ഈ പുതിയ ഘട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, അതിന് ഞാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്റെ കുഞ്ഞിന് ഗംഭീരമായ ഒരു ടീനേജ് കാലം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. 2ാമത്തെ കുട്ടിയായ കാഞ്ചീവരം .inനും ആശംസകൾ. കൂടുതൽ മികച്ച വലിയ യാത്രയ്ക്ക് എല്ലാ സ്നേഹവും പിന്തുണയും ഹൃദയം നിറഞ്ഞു. ഈ ദിവസത്തിന് എന്നേക്കും നന്ദിയെന്നുമാണ് ആര്യ കുറിച്ചത്. അതേസമയം തുടർച്ചയായി സിനിമ ലഭിക്കാത്തതിൽ വിഷമമുള്ള ആളുകൂടിയാണ് താനെന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ നടി പറഞ്ഞത്. നമ്മളെയൊക്കെ ആരും വിളിക്കാത്തത് എന്താണെന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ടാലന്റിനേക്കാളൊക്കെ പ്രാധാന്യം ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ്. ഇന്നത്തെ ഒരു സാഹചര്യം നോക്കുകയാണെങ്കിൽ കൂടുതലും സൗഹൃദ വലയങ്ങളിൽ ഉണ്ടാകുന്ന സിനിമകളുണ്ട്. നല്ല നല്ല ഹിറ്റ് സിനിമകൾ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. അത് തെറ്റാണെന്ന് പറയുകയല്ല, അവരുടെ ഒരു കംഫർട്ട് സോണിലായിരിക്കും. ഞാൻ ബേസിക്കലി സിനിമയിലെ അങ്ങനെയുള്ള ഒരു സൗഹൃദ വലയത്തിലെയും ആളല്ല. എനിക്ക് സിനിമയിൽ വളരെ അടുത്ത നല്ല സുഹൃത്തുക്കളുണ്ട്. ബെഡായി ബംഗ്ലാവിലൂടെ കിട്ടിയ സുഹൃത്തുക്കളൊക്കെയാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സൗഹൃദം വലയത്തിന്റെ ഭാഗമല്ല ഞാൻ. സിനിമയിൽ ഭാഗ്യം എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ്. ഒരു കഥാകൃത്ത് ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു സംവിധായകൻ സിനിമ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ കഥാപാത്രം ആര്യ ചെയ്താൽ നല്ലതാകുമെന്ന് അവർക്ക് തോന്നണം. എത്ര ആർട്ടിസ്റ്റുകളാണ് മലയാള സിനിമയിൽ ഉള്ളത്, അതിൽ നിന്നും നമ്മുടെ പേര് ഒരാളുടെ മനസ്സിൽ കത്തുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് എന്നുമാണ് നടി പറഞ്ഞത്.